ഇന്ന് ബംഗ്ലാദേശിൽ കാണുന്നതാണ്. പക്ഷെ ബംഗ്ലാദേശിന് വലിയ പുതിയ രാജ്യമാണ്. രാജ്യങ്ങൾ പുതിയത് വരും എങ്കിലും ചില സ്ഥലത്തിൻ്റെതായ ഒരു കയ്യൊപ്പോഴും വരുന്നത് ഒരു കയ്യൊപ്പുണ്ട്. അതുപോലെ ഒരു കയ്യൊപ്പാണ് നമ്മുടെ കർമ്മവും നമ്മുടെ പാരമ്പര്യവും. ഇത് തമ്മിലുള്ള ഒരു ബന്ധമാണ് ശരിക്കും 4-10 തമ്മിലുള്ള ഒരു ബന്ധം. ഹ്യൂമൻ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ നമ്മുടെ ഒരു സ്ഥലത്തിന്റെ ഫണ്ടമെന്റലായിട്ടുള്ള ഒരു സെൻസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ കിൻഷിപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബേസ് ചെയ്തിട്ടായിരിക്കാം, നമ്മുടെ ക്ലാൻസ് ആൻഡ് ട്രൈബ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പരദേവതയെ ബേസ് ചെയ്തിട്ട്, നമ്മുടെ സംസ്കാരത്തെ ബേസ് ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും. നമ്മൾ പലപ്പോഴും വളരെ പറയാറുണ്ട് ഹോംലാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാട്. ഇപ്പൊ വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും, അതുപോലെ തന്നെ വിദേശത്ത് ചെല്ലുമ്പം ആ നാട്ടിൽ നമ്മുടെ നാടല്ല, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായിട്ട് ചേരുന്നല്ല എന്നുള്ള രീതിയിൽ ഒരു ഇൻസെക്യൂരിറ്റി എപ്പോഴും ആണ്. അതുപോലെയാണ് പാസ്റ്റ് ലൈഫ് കർമ്മ കണക്ഷൻ പുറത്ത് ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തു നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവും. അപ്പം 4-ാം ഭാവത്തിൽ പറയുന്ന വിഷയങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട്, അമ്മയുണ്ട്, കുടുംബമുണ്ട്, വാഹനമുണ്ട്. പക്ഷേ നമ്മൾ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. സുഖഭാവമാണ്. ഒരു ഇൻസെക്യൂരിറ്റി ഈ 4-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ 10-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളെ സഹായിക്കാൻ ഒരിക്കലും നിങ്ങളെ 4-ാം ഭാവത്തിന് കഴിയില്ല. നിങ്ങൾ പാമ്പ് 10-ൽ നിൽക്കണം എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് തന്നെ 10-ൽ രാഹു നിൽക്കുന്നവർ പലരും കർമ്മമേഖലയിൽ വല്ലാണ്ട് സക്സസ് ആവുന്നത് കണ്ടിട്ടുണ്ട്. ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ച ഗംഭീരന്മാരായിട്ടുള്ള ഒരുപാട് പേര് 10-ൽ രാഹുള്ളവരാണ്. സ്വാഭാവികമായിട്ട് അപ്പം കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലേക്കും ഒക്കെ ചിലപ്പോൾ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാറുന്നില്ല. പക്ഷെ കർമ്മം കൊണ്ട് എല്ലാം നേടാൻ കഴിയുന്നവരുമാണ്. 10-ൽ നിന്ന് ഒരു രക്ഷയില്ല. നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കർമ്മ മേഖലയിൽ തങ്ങളുടേതായ ഒരു കുറെ സ്ട്രഗിളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തങ്ങളുടേതായ ഒരവസ്ഥ കൊണ്ടുവരികയും ചെയ്യും. അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ ഈ 4-ാം ഭാവത്തിലെ കേതും 10-ാം ഭാവത്തിലെ തത്വം എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ പല ഐഡിയാസും, ഇവരുടെ പല ചിന്താധാരകളും, പല എക്സിക്യൂഷൻസും ഫാമിലിക്കോ അല്ലെ ഫാമിലി മെമ്പേഴ്സിനോ ഒട്ടും കംഫർട്ട് ആവത്തില്ല. അവർക്ക് വളരെ സ്ട്രൈറ്റ് ആയിട്ട് ഇവരെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അല്ലെ ഇവരെന്താ ഇങ്ങനെ സക്സസ് ആവുന്നതും വരെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ 4-ാം ഭാവം കേതുവും 10-ാം ഭാവത്തില് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 10-ൽ രാഹു നിൽക്കുന്നവരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ പ്രൊഫഷണൽ കാര്യങ്ങൾക്കായിരിക്കണം. അല്ലാങ്കിൽ അത് ചിലപ്പം ഫാമിലിയായിട്ട് ഒരിക്കലും സൂട്ടാവാത്ത രീതിയിലായിരിക്കും ഒരു പ്രൊഫഷനായിരിക്കും. ആ സമയത്ത് നിങ്ങൾ വെറുതെ ചിന്തിച്ചു കൊടുക്കുക നിങ്ങളുടെ അച്ഛനും അമ്മയുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ അറ്റാച്ച്ഡാണ്, ക്ലോസാണ്, അതുകൊണ്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് അതൊന്നും പറ്റില്ല, എനിക്ക് മാറിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം കഴിയില്ല. നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിക്കും. കാരണം ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരും അന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ മാറി ചിന്തിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് എന്റെ കാര്യം നോക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നും. കാരണം ഫോഴ്സ് ചെയ്ത് ഒരിക്കലും കംഫർട്ട് തരില്ല. പക്ഷെ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരിക്കും, നിങ്ങൾക്കത് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അതൊന്ന് തിരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കംഫർട്ട് തരില്ല. ഫോഴ്സ് നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ സെൻസ് ഭാവവുമായിട്ട് എപ്പോഴും ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ 4-ാം ഭാവം നിങ്ങളുടെ കംഫർട്ടും, നിങ്ങളുടെ സുഖഭാവം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാരമ്പര്യം, ഇതെല്ലാം നിങ്ങൾ ജനിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കർമ്മത്തിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജന്മം ജനിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. 10-ാം ഭാവം നന്നായിട്ട് അവിടെ ഫോക്കസ് ചെയ്യാൻ നിങ്ങളുടെ മിഷൻ, നിങ്ങൾ ഈ ലൈഫിന്റെ മിഷൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ഗെയിം അല്ലെങ്കിൽ ആ ഒരു ഗോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. 3, 6, 10 പതിനൊന്നില് സ്വന്തം നക്ഷത്രത്തില്, അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ഒക്കെ നക്ഷത്രത്തിൽ, ബലവാനായ വ്യാഴത്തിന്റെ ഒക്കെ നക്ഷത്രത്തിൽ, അല്ലെങ്കിൽ ശുഭഭാവാകന്മാരുടെ ഒക്കെ നക്ഷത്രത്തിൽ നിൽക്കുകയും ഭാവാദിയും രാഹുവും എന്ന് പരസ്പരം കേന്ദ്രത്തിലാണെന്നൊക്കെ വരികയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ഗ്രഹം
രാഹുവല്ല 3, 6, 10, 11 രാഹു നിൽക്കുന്നു. ആന്തരികമായിട്ട് പ്രത്യേകിച്ച് 10-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ആന്തരികമായിട്ട് കുടുംബത്തിനുള്ളിൽ വലിയ സംഭവിക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ വലിയ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അത്രയും സപ്പോർട്ട് ചെയ്യില്ല തോന്നുന്നത് പുറമേ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മളുള്ള വീട്ടിലേക്ക് നോക്കുമ്പോൾ കുടുംബത്തിന്റെ ആണെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാം കുറവായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് റിവാർഡുകൾ കിട്ടുന്നത് ഫാമിലി കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി പോവുക എന്നുള്ളതാണ്. കംഫർട്ട് സോണിൽ എല്ലാവരും ഉപേക്ഷിച്ചു പോകാൻ ഒരിക്കലും പറ്റില്ല. ഏത് നിൽക്കുന്നുണ്ട് ആ കർമ്മം കഴിക്കാവുകയും അതായത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല. ആ അവസ്ഥയിൽ ഇങ്ങനെ രണ്ടും കേട്ട അവസ്ഥയിൽ നിൽക്കാൻ യോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കതിന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 10 രാഹു നിൽക്കുന്നവർ സാമ്പൻ എന്നാൽ 10 നിൽക്കണമെന്നില്ല വേണം. അതുകൊണ്ട് തന്നെ 10 രാഹു നിൽക്കുന്നത് ലക്ഷ്യം നോക്കി മുന്നോട്ട് പോകുക. ഈ ജന്മം നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തന്നെ കർമ്മം ചെയ്യാനാണ്. ഒരു അൺകൺവെൻഷനലായിട്ടുള്ള ഒരു സ്റ്റൈൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ ജനിച്ച സാഹചര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്ത് പോയിട്ട് അതൊക്കെ ചെയ്യാൻ ഇങ്ങനത്തെ ഏത് മേഖലയിലാണെങ്കിലും അതുവരെയുള്ള യാഥാർത്ഥ്യ ജീവിതത്തിൽ നിന്ന് മാറി കാലദേശങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഐഡിയോളജി കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആക്കാനുള്ള ഒരു കഴിവ്, ഒരു സ്റ്റൈൽ, ഒരു പ്രൊഡക്ടിവിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ചെയ്യും. അത് ചെയ്യാനാണ് ജന്മം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ ഈ ഭാവത്തെ കുറിച്ച് പറയുന്നില്ല. 10-ാം ഭാവം കർമ്മമാണ്, ഫെയിമാണ്, നമ്മുടെ ജീവിത നിയോഗമാണ്, നമ്മുടെ പാത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെയാണ് രാഹു 10-ൽ നിൽക്കുമ്പോൾ ബന്ധപ്പെട്ടിട്ട് ദൈവദോഷങ്ങളും അപവാദങ്ങളും ഒക്കെ കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. കർമ്മമേഖലയിൽ പെട്ടെന്ന് ഒരു വീഴ്ച ഉള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 10-ൽ നിൽക്കുന്ന രാഹു അതിന്റെ ലക്ഷ്യമൊക്കെ തരുമ്പോൾ ചിലപ്പം ഒരു വീഴ്ച. അതുപോലെ തന്നെ 10-ലെ രാഹുവിന്റെ ലക്ഷ്യമൊക്കെ തുടങ്ങുന്ന സമയത്ത് ചിലപ്പം ഈ 4-ാം ഭാവം സുഖഭാവമായതുകൊണ്ട് തന്നെ കേതുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ബന്ധങ്ങളും നമുക്ക് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. നമ്മുടെ ഈ രാഹു നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? കേതുവായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കർമ്മത്തെ ബ്രേക്ക് ചെയ്തിട്ട് 10-ലെ രാഹു ദശയോ അപഹാരമോ നൽകുക. നമ്മൾ സോളിന്റെ രൂപത്തിൽ നമ്മുടെ മെറ്റീരിയൽ സക്സസിന് തടസ്സമായി നിൽക്കുന്ന ബന്ധങ്ങളോ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മുറിഞ്ഞു ബുദ്ധിമുട്ടാണ്. അത് ഏറ്റവും അടുത്ത ബന്ധങ്ങളായിരിക്കാം, ചിലപ്പോൾ വലിയ പെയിൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ 10-ലെ രാഹു ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് പെയിനോടുകൂടിയായിരിക്കും, പെയിനായിട്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ദോഷമാണ് കേതുവെങ്കിൽ, കർമ്മമാണ് കേതുവെങ്കിൽ, രോഗമാണ് കേതുവെങ്കിൽ, രാഹുവാണ് അതിന്റെ സർജറി. സർജറി വരുമ്പോൾ എന്തായാലും വേദന എടുക്കുക. അപ്പോൾ ആ വേദന തരുന്ന ഭാവമാണ് രാഹു. അതിനെ ഓവർകം ചെയ്ത് പോവുകയും ചെയ്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. മസ്തശാസ്ത്രത്തില് 10-ലെ രാഹു 4-ലെ കേതുവിന്റെ വീഡിയോ അവസാനിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ലക്ഷ്യം നോക്കി മുന്നോട്ട് പോവുക. ജനിച്ച സഹപാഠികൾ, ജനിച്ച സാഹചര്യങ്ങൾ ഒന്നും ചിലപ്പോൾ നിങ്ങളുടെ യാത്രയെ സപ്പോർട്ട് ചെയ്തെന്ന് വരുന്നു. പക്ഷേ ഒരു കാലത്ത് നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അശ്വൻ മാസ്റ്റർ ക്ലാസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ